നമസ്കാരം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള കലാശക്കൊട്ടിന്റെ അവസാന മിനിറ്റുകളാണ് നമ്മളുള്ളത്. ഏകദേശം ഇനി 5-10 മിനിറ്റ് കൊണ്ട് ഈ കലാശക്കൊട്ട് അവസാനിക്കുകയാണ്. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ചെറുപുഴ ടൗൺ. ചെറുപുഴ ടൗണിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു മുന്നണികളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതായത് 2-3 വാർഡിന്റെ ആൾക്കാർ ഒരുമിച്ചെത്തിക്കൊണ്ട് തന്നെ ഇവിടെ പരിപാടി സംഘടിപ്പിക്കുകയാണ്. ഇപ്പോൾ കോർണർ മീറ്റിംഗ് ആണ്, അവസാനമായി നടത്തുന്ന കോർണർ യോഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പിന്നിൽ കാണുന്ന UDF-ന്റെ നേതൃത്വത്തിലുള്ള വലിയ തോതിലുള്ള ഒരു പ്രചരണമാണ്. UDF അപ്പോൾ തന്നെ നമ്മുടെ തൊട്ടപ്പുറം തന്നെയാണ് LDF-ന്റെ പരിപാടി നടക്കുന്നുണ്ട്. LDF-ന്റെ നേതൃത്വത്തിലുള്ള പരിപാടിയും എന്റെ തൊട്ടിപ്പുറം നടക്കുന്നുണ്ട്. അത്തരത്തിൽ രണ്ട് ഭാഗവും അപ്പുറം ഇപ്പുറം ഒക്കെ കോർണർ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ BJP-കാർ ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ പ്രചരണ ഘട്ടത്തിന്റെ അവസാന മിനിറ്റുകളിലേക്ക് നീങ്ങും. വളരെ സമാധാനപരമാണ്. മലയോരത്തിൽ എല്ലാ സ്ഥലത്തും നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ സമാധാനപരമായുള്ള കാര്യങ്ങളാണ്. അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ചെറുപുഴ പോലീസാണ്. ചെറുപുഴ CA-യുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് തന്നെ ചെറുപുഴ മേലെ ബസാറിലും അതുപോലെ ബസ് സ്റ്റാൻഡിലും സെൻട്രൽ ബസാറിലും ഒക്കെ പോലീസ് പ്രത്യേക സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളും തിരിച്ച് മുന്നണികൾക്ക് പ്രത്യേകം സ്ഥലം തയ്യാറാക്കി കൊടുത്തിരിക്കുകയാണ്. അവിടെ മാത്രമേ പരിപാടി 5 മണിക്ക് ശേഷം നടത്താൻ പാടുള്ളൂ. ചെറുപുഴ ഗ്രാമീണ വായനശാലയ്ക്ക് മുന്നിലാണ് UDF-ന്റെ കോർണർ യോഗങ്ങളും അതുപോലെ അവരുടെ പ്രചരണ പരിപാടികളൊക്കെ നടക്കുന്നത്. അത്തരത്തിൽ മേലെ ബസാറിലെ ജംഗ്ഷനിൽ തന്നെയാണ് LDF-ന്റെ പരിപാടിക്ക് സ്ഥലം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ അവസാന ഘട്ടത്തിലുള്ള എല്ലാ പരിപാടികളും അങ്ങനെ വളരെ സമാധാനപരമായി ചെറുപുഴ ടൗണിൽ പരിസമാപ്തിയിലേക്ക് കുറിക്കുകയാണ്. ചെറുപുഴ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ചെറുപുഴ ടൗൺ. അത്തരത്തിൽ ചെറുപുഴ ടൗണിലെ പരിപാടികൾ ഇങ്ങനെ സമാധാനപരമായി ഈ അവസാന ഘട്ടത്തിലേക്ക് നീക്കുക. അപ്പൊ ഈ പ്രചരണ പരിപാടി കലാശക്കൊട്ട് കാണാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ ചെറുപുഴ ടൗണിലെ ഈ ചുറ്റുപാടും കൂടിയിട്ടുണ്ട്. പരിപാടികൾ കാണുന്നതിനും ഒക്കെ അങ്ങനെ സമാധാനപരമായി അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് നാളെ നിശബ്ദ പ്രചരണം ആ പ്രദേശത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നിങ്ങളുടെ എല്ലാം വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങളത് പെട്ടിയിൽ വെച്ച് സൂക്ഷിച്ചോ, എന്നിട്ട് അതിൽ ഓരോ കാര്യവും നിങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചോ. കോൺഗ്രസ് UDF പറഞ്ഞതുപോലുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അല്ല ഞങ്ങളത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അവര് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, നടപ്പിലാക്കാൻ സാധിക്കില്ല. സ്വപ്നത്തിൽ വിചാരിച്ചാൽ അത് കടന്നുറങ്ങാം. സ്വപ്നം കണ്ട് കടന്നുറങ്ങാൻ പറ്റുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക. അത് വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ LDF പറഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാനും അത് പ്രവർത്തനക്ഷമമാക്കാനും ഗ്രാമീണ മേഖലയിൽ നടപ്പിലാക്കാനും ടൗണുകളിലെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടപ്പിൽ വരുത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആരാണ് പരിഗണിച്ചത്? 65 വയസ്സിന് മുകളിലുള്ള വൃദ്ധരായ ആളുകൾക്ക് 2000 രൂപ പെൻഷൻ അനുവദിച്ചത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരല്ലേ? ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് 3-ലധികം പെൻഷൻ വാങ്ങാനുള്ള അവസരമുണ്ടായിരുന്നു, അവകാശമുണ്ടായിരുന്നു. ആ രീതിയിൽ അതിനെ കണക്കൂട്ടി നോക്കുമ്പോൾ ഇന്നിപ്പോൾ വർദ്ധിപ്പിച്ച 2000 രൂപയിലധികം പെൻഷൻ ഒരു വ്യക്തിക്ക് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ കൃത്യമായി നൽകിയിരുന്നു. അവസാനത്തെ 6 മാസക്കാലം പെൻഷൻ നൽകിയില്ല എന്ന കള്ള പ്രചരണം നിങ്ങളുടെ നിയമസഭയിൽ തന്നെ ഞങ്ങളുടെ നിയമസഭാംഗങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി നിങ്ങളുടെ മന്ത്രിമാർ നൽകിയ നിയമസഭാ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോഴും പിന്നെയും ഈ പരിസ്ഥിതി തന്ത്രവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ പെൻഷൻ നൽകിയില്ല എന്ന് ആവർത്തിച്ച് കള്ളം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നവരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വിശിഷ്യ CPI മാറിയിരിക്കുന്നു എന്ന കാര്യം നമുക്കറിയാം. ഈ കഴിഞ്ഞ 4 കാലഘട്ടത്തിനിടയിൽ ഇവിടുത്തെ ധനകാര്യ വകുപ്പ്